അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം JNUവിൽ എത്തിച്ചു. JNUവിൽ പൊതുദർശനം നടക്കുകയാണ്. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, അങ്ങനെ ഒടുവിലായി സീതാറാം യെച്ചൂരി JNUവിൽ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് JNU യെച്ചൂരിക്ക് വിട നൽകുന്നത്? വിജി അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ പാകപ്പെടുത്തിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചത്. അവിടെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം നേരാനായി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളടക്കം അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിരവധി ആളുകൾ അവിടെ നടക്കുന്ന ചെറിയ പൊതുദർശനത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും യെച്ചൂരി എന്ന നേതാവിനെ പാകപ്പെടുത്തിയ ഒരു സർവകലാശാല ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി യെച്ചൂരിയുടെ സ്വന്തം തട്ടകമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് അദ്ദേഹം അവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു അടിയന്തരാവസ്ഥ സമയത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളടക്കം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കടക്കം നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. ആ ഒരു തട്ടകത്തിൽ അദ്ദേഹം വളർന്ന വിദ്യാർത്ഥി ജീവിതം നയിച്ച ആ തട്ടകം JNUവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉള്ളത്. എന്തായാലും അവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളടക്കം അദ്ദേഹത്തിന് അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. കൂടാതെ ഒരു പൊതുദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷമാണ് ഡൽഹി വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുകയുള്ളൂ. വീട്ടിലും ഒരു പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം നാളെ 11 മണി മുതൽ 3 മണി വരെ ഡൽഹി AKG ഭവനിൽ ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കും. അതിനുശേഷമാകും ആശുപത്രിക്ക് വിട്ടു നൽകുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ JNUവിൽ പൊതുദർശനം തുടരുകയാണ്. ഫിജി. ശരി ഉണ്ണി.